പുനർജന്മത്തിനെക്കുറിച്ച് നമ്മൾക്കെല്ലാം അറിയാം. പക്ഷെ ആരെങ്കിലും പുനർജനിച്ചു എന്ന് കേൾക്കുമ്പോൾ നമുക്ക് തമാശയായി തോന്നും. ചില സംഭവങ്ങളിൽ അവിശ്വസനീയത പിന്നെ വിശ്വസനീയമായും തോന്നും. ഇത് അതുപോലൊരു കഥയാണ്. വരൂ നമുക്ക് തുടങ്ങാം ഇന്നത്തെ കഥയുമായി. ദ റീകാർണേഷൻ സ്റ്റോറി ഓഫ് എ ഹോളിവുഡ് ആക്ടർ. 1903 പെൻസിൽവാനിയയിലെ ഫിലാഡൽഫിയയിലാണ് മാർട്ടിൻ ജനിച്ചത്. മോറിസ് കൊളിൻസ്കി എന്നായിരുന്നു അദ്ദേഹത്തിന്റെ ജനനം പേര്. ഉക്രൈൻ വംശജരായ ഫിലിപ്പിന്റെയും റെബേക്ക കൊളിൻസ്കിയുടെ മകനായിരുന്നു മാർട്ടി. മാർട്ടിയുടെ അച്ഛൻ തയ്യൽക്കടയിൽ ഒരു തുണി പ്രസ് നടത്തിയിരുന്നു. തന്റെ ഇളയ സഹോദരി ഫ്ലോറൻസിനൊപ്പം ന്യൂയോർക്കിലേക്ക് താമസം മാറിയ മാർട്ടി കൊളിൻസ്കി എന്ന പേരിലാണ് അവിടെ താമസിച്ചത്. അവിടെ മാർട്ടി ഒരു നർത്തകനായി ജോലി ചെയ്തുകൊണ്ടിരിക്കും. 1925 ബ്രോഡ്വേയിൽ ഗേ പാരി എന്ന നിർമ്മാണ കമ്പനി നിർമ്മിച്ച ജോർജ് റാഫ്റ്റ് അഭിനയിച്ച നൈറ്റ് ആഫ്റ്റർ നൈറ്റ് എന്ന സിനിമയിൽ അഭിനയിക്കാൻ മാർട്ടിക്ക് അവസരം കിട്ടി. എന്നാൽ ആ സിനിമയിൽ അയാൾ ശ്രദ്ധിക്കപ്പെടാതെ പോയി. ഇതിൽ നിരാശനായ മാർട്ടിൻ ഏജൻസി തുടങ്ങുകയും ഒരു ടാലന്റ് ഏജന്റ് എന്ന നിലയിൽ വിജയം കൈവരിക്കുകയും ചെയ്തു. മാർട്ടിന് 4 ഭാര്യമാരും 6 കുട്ടികളുമുണ്ടായിരുന്നു. 1964 അയാൾ ലുക്കീമിയ ബാധിച്ച് മരണമടഞ്ഞു. മാർട്ടിന്റെ മരണം നടന്ന് ഏകദേശം 40 വർഷം കഴിഞ്ഞപ്പോൾ, അതായത് 2004 ഒക്ലഹോമയിലെ മസ്ഹോഗിയിൽ ഒരു ആൺകുട്ടി ജനിച്ചു. റയൻ ഹാമൻസ് എന്നാണ് അവന്റെ പേര്. അവന്റെ മാതാപിതാക്കളുടെ പേര് സിൻഡി എന്നും കെവിൻ എന്നുമാണ്. സിൻഡി ഡെപ്യൂട്ടി കൺട്രി ക്ലർക്കും കെവിൻ പോലീസ് ഡിപ്പാർട്ട്മെന്റിലെ ലഫ്റ്റനന്റുമാണ്. എൻലാർജ് അഡിനോയിഡ്സിന് കാരണം അവൻ കുട്ടിക്കാലത്ത് സംസാരിക്കാൻ തുടങ്ങിയത് വളരെ താമസിച്ചാണ്. അവന് 4 വയസ്സുള്ളപ്പോൾ ഈ അഡിനോയിഡ്സ് നീക്കം ചെയ്തു. അന്നു മുതലാണ് അവൻ വ്യക്തമായി സംസാരിക്കാൻ തുടങ്ങിയതും തന്റെ ഓർമ്മകളിൽ നിന്ന് മാർട്ടിനെ തിരിച്ചറിഞ്ഞതും. അവൻ ആദ്യം പറഞ്ഞത് അവന് 3 അഡോപ്റ്റഡ് കുട്ടികളുണ്ടായിരുന്നെന്നും അവർക്ക് താനാണ് പേരിട്ടതും എന്നാണ്. തന്നെ അവരുടെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ അവൻ അമ്മയോട് അപേക്ഷിച്ചു. റയാൻ പറഞ്ഞത് തനിക്ക് വലിയൊരു വീടുണ്ടെന്നും അതിലൊരു സ്വിമ്മിംഗ് പൂൾ ഉണ്ടെന്നും ഈ വീട് റോക്ക് എന്ന സ്ട്രീറ്റിലാണെന്നും തനിക്ക് ഒരു ഗ്രീൻ കാറുണ്ടെന്നും അത് താൻ ആർക്കും ഓടിക്കാൻ കൊടുക്കില്ലെന്നും അവൻ പറഞ്ഞു. അവൻ പറഞ്ഞ കാര്യങ്ങൾ ആർക്കും വിശ്വസിക്കുന്നതിലും അപ്പുറമായിരുന്നു. ഹോളിവുഡ് ഇൻഡസ്ട്രിയുമായി യാതൊരു ബന്ധവുമില്ലാത്ത അവൻ പഴയകാല സിനിമകളെക്കുറിച്ചും അന്നത്തെ നടീനടന്മാരെക്കുറിച്ചും പറഞ്ഞപ്പോൾ മാതാപിതാക്കൾക്ക് അത്ഭുതമായി തോന്നി. അവന്റെ അമ്മ ഹോളിവുഡിനെ കുറിച്ചുള്ള ബുക്സ് ലൈബ്രറിയിൽ നിന്ന് വാങ്ങുകയും അത് റയാനെ കാണിച്ചപ്പോൾ റീറ്റ ഹാവർത്തിനെയും മർലിൻ മൺട്രോയെയും അവൻ തിരിച്ചറിഞ്ഞു. 1932 ഇറങ്ങിയ സിനിമകളുടെ ഡീറ്റെയിൽസ് ഉള്ള ബുക്ക് അവനെ കാണിച്ചപ്പോൾ നൈറ്റ് ആഫ്റ്റർ നൈറ്റ് എന്ന സിനിമയിൽ മാർട്ടിന്റെ ഫോട്ടോ ചൂണ്ടിക്കാട്ടി അത് താനാണ് എന്നവൻ പറഞ്ഞു. ഒരിക്കൽ അവൻ മാതാപിതാക്കൾക്കൊപ്പം ഫിലിം സിറ്റിയായ ലോസ് ഏഞ്ചൽസിലേക്ക് പോയി. അവിടെ വെച്ച് തന്റെ കൂടെ സിനിമയിൽ അഭിനയിച്ച തന്റെ സുഹൃത്തായ വൈൽഡ് ബിൽ ഏലിയറ്റിന്റെ വീട് തിരിച്ചറിഞ്ഞു. മാർട്ടിനെക്കുറിച്ച് അവൻ പറഞ്ഞ കാര്യങ്ങൾ എല്ലാം തന്നെ ശരിയായിരുന്നു. മാർട്ടിനുമായുള്ള റയാന്റെ വ്യക്തിത്വം അവന്റെ ഓർമ്മകളിൽ മാത്രമല്ല വ്യക്തിത്വത്തിലും പെരുമാറ്റത്തിലും പ്രകടിപ്പിക്കപ്പെട്ടു. തന്റെ ഓർമ്മകളെക്കുറിച്ച് പറയുമ്പോൾ അവൻ പക്വമായ ശബ്ദത്തിലാണ് സംസാരിച്ചിരുന്നത്. ഓർമ്മിക്കാൻ കഴിയാത്ത കാര്യങ്ങൾ അവനെ വേട്ടയാടി. മിക്ക രാത്രികളിലും അവന്റെ പ്രധാന ആശങ്ക കുട്ടികൾക്ക് എന്ത് സംഭവിച്ചു, എന്റെ സഹോദരിക്ക് എന്ത് സംഭവിച്ചു എന്നായിരുന്നു. ഒരു ദിവസം അവൻ കാർട്ടൂൺ കണ്ടപ്പോൾ തന്റെ പഴയകാല ഡാൻസിംഗ് മൊമെന്റ്സ് അവന് ഓർമ്മ വന്നു. അവൻ അമ്മയോട് ടാപ്പ് ഷൂസ് വാങ്ങിക്കൊണ്ടുവരാൻ പറഞ്ഞു. ആ ടാപ്പ് ഷൂസ് ധരിച്ചവൻ ഡാൻസ് ചെയ്തപ്പോൾ ഡാൻസ് അറിയാത്ത തന്റെ മകന്റെ ഈ പ്രവൃത്തി ആ അമ്മയെ വല്ലാതെ അത്ഭുതപ്പെടുത്തി. ഒരിക്കൽ അവൻ തന്റെ മക്കളെ കാണണമെന്ന് പറഞ്ഞു. എല്ലാ മക്കളെ കാണുക സാധ്യമായിരുന്നില്ല. എങ്കിലും തന്റെ ഏക മകളെ കാണാൻ കഴിഞ്ഞു. അവൻ തന്റെ മകളെ കാണുമ്പോൾ അവൾക്ക് 57 വയസ്സായിരുന്നു. മാർട്ടിന്റെ മകൾ പറഞ്ഞത് റയൻ പറയുന്ന ഓരോ കാര്യങ്ങളും മാർട്ടിന്റെ ജീവിതത്തിൽ നടന്ന സംഭവങ്ങളാണെന്ന് അവർ ഉറപ്പിച്ചു പറഞ്ഞു. റയാന്റെ മാതാപിതാക്കൾ അവനെ പ്രശസ്ത സൈക്യാട്രിസ്റ്റായ ജിം ടക്കറിനെ കാണിക്കുകയുണ്ടായി. അവനെ വിശദമായി പരിശോധിച്ച ഡോക്ടർ പറഞ്ഞത്, പുനർജന്മം അംഗീകരിക്കുകയല്ലാതെ മറ്റൊരു മാർഗവുമില്ലെന്ന് ഈ തെളിവുകൾ എന്നെ ബോധ്യപ്പെടുത്തുന്നു. ഒരു ശാസ്ത്രജ്ഞൻ എന്ന നിലയിൽ തെളിവുകൾക്ക് മുന്നിൽ എന്റെ കാഴ്ചപ്പാടുകൾ തിരുത്താൻ ഞാൻ ബാധ്യസ്ഥനാണെന്നും അയാൾ പറഞ്ഞു. മരണമെന്നത് ഒരിക്കലും തിരിച്ചു വരാൻ കഴിയാത്ത ജീവിതയാത്രയാണെങ്കിൽ മറ്റു ചിലർക്ക് അത് പുതിയൊരു ജീവിതയാത്രയിലേക്കുള്ള തുടക്കമാണ്.